ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ബഹ്റൈൻ എയർപോർട്ടിലാണ്. ഇനിയിപ്പോൾ ബഹ്റൈൻ നമ്മൾ UK പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ചെക്കിനൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 22B ആണ് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഗൾഫ് എയർവേസിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ടൈം 10:25 ഇപ്പോൾ അവിടെ ബഹ്റൈനിൽ 10:25 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നൈസിനെ മൂവ് ചെയ്ത് നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയാണ്. ഹരിച്ചേട്ടാ, അപ്പോൾ അഭിചേട്ടൻ ഞാൻ എല്ലാവരും കൂടെ നമ്മളെല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറി. അപ്പോൾ ഇവിടെ നമ്മുടെ ബോർഡിംഗ് പാസ് ഇവിടെ നമ്മൾ കാണിക്കണം. അപ്പോൾ ബോർഡിംഗ് പാസ് കാണിച്ചു. എനിക്ക് ഇവിടെ നിന്ന് നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്ത് തരാണ് അവർ. അപ്പോൾ നമ്മുടെ സീറ്റ് വന്നിട്ട് ഏകദേശം ഒരു സെൻറ്റർ പോർഷനിലാണ് നമ്മുടെ സീറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ ബാഗ് ലഗേജൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രപ്പാടിലാണ് ഞാൻ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ സീറ്റ് നമുക്ക് കിട്ടി. അതിനുശേഷം ഞാൻ എൻ്റെ ബാഗ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാഗ് സെറ്റ് ചെയ്യാനുള്ള സ്ഥലവും കിട്ടി. ഹാൻഡ് ലഗേജായിട്ട് കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലഗേജായിട്ട് സെറ്റ് ഞാൻ വീണ്ടും ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കെന്ന് പറയുന്ന പോലെ ഞാൻ സുമേഷ് ചേട്ടൻ്റെയും ജോബിച്ചേട്ടൻ്റെയും നടുക്കായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഒരുമിച്ചാണ് സീറ്റ്. ജസ്റ്റ് ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലീഫൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങി. സീറ്റ് ബെൽറ്റൊക്കെ ഇടാൻ വേണ്ടി പറഞ്ഞു. ഒക്കെ നമ്മൾ അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ഫ്ലൈറ്റ് അങ്ങനെ മെല്ലെ 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 നമ്മൾ ബഹ്റൈൻ കാണാൻ വേണ്ടി പോവുകയാണ്. ഇനി ടോപ്പ് വ്യൂവിൽ നിന്ന് നമുക്ക് ബഹ്റൈൻ കാണാൻ വേണ്ടി പറ്റും. ദ ഫ്ലൈറ്റ് നമ്മൾ ഫ്ലൈ ചെയ്തു. ബഹ്റൈനാണ് ഇപ്പോൾ നമ്മൾ താഴെ കാണുന്നത്. ബഹ്റൈൻ സിറ്റിയുടെ ഏറ്റവും ടോപ്പിലാണ് എന്നാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള തരത്തിലായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ സ്ക്രീനിൽ തന്നെ ഗെയിമുണ്ട്, ഫിലിമുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞാനൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് ഫിലിം നോക്കി 2-3 മലയാളം ഫിലിമുണ്ട്. ലാസ്റ്റ് ആംഗ്രി ബേർഡ് എന്ന ഗെയിമിലേക്ക് ഞാൻ എത്തി. അടുത്ത ആംഗ്രി ബേർഡ് കളിക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു. കുറച്ച് നേരം ആംഗ്രി ബേർഡൊക്കെ കളിച്ചു. അതിനുശേഷം കുറച്ചൊരു ഫിലിമൊക്കെ പകുതിയോളം കണ്ടു. അതിനുശേഷം ഹെഡ്സെറ്റൊക്കെ വെച്ചാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. ലഞ്ച് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഫുഡ് വന്നു. അപ്പോൾ നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ചിക്കൻ്റേതാണ് ഞാൻ എടുത്തത്. വെജ് ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനാണ് എടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് നല്ല സ്വാദായിരുന്ന ഫുഡായിരുന്നു. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്ത് പുറത്തെ ഒരു വ്യൂ ഒക്കെ കാണുകയാണ്. ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ ഇത് നല്ല വ്യൂ ആണ്. അപ്പോഴും തന്നെ അഭിചേട്ടൻ കണ്ട നമ്മുടെ പ്രോഗ്രാമിലുള്ള 2K25 എഡിറ്റിങ്ങിലാണ് അഭിചേട്ടൻ. ആ ഒരു യാത്രയിൽ അഭിചേട്ടൻ എഡിറ്റ് ചെയ്യുകയാണ്. നമ്മളെ വീഡിയോസ് ഷോസിനുള്ള എല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞാൽ നോക്കിയപ്പോൾ പതുക്കെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. 7-8 മണിക്കൂർ ട്രാവലിന് ശേഷം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. നമ്മൾ ഫ്ലൈറ്റ് തന്നെ ഏകദേശം ഇപ്പോൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫ്ലൈറ്റ് തന്നെ ലീഫൊക്കെ പഴയതുപോലെ മടങ്ങി ബാക്കിലോട്ട് പോവുകയാണ്. നമ്മുടെ ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മളെ ഫ്ലൈറ്റ് എവിടെയാണ് എത്തിയതുള്ള. ലണ്ടനിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളെത്തി. പീസ്, നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ആ ഒരു സന്തോഷം ഞാനും സുമേഷേട്ടനും കൂടെ അറിയിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ലഗേജൊക്കെ എടുത്തു. നമ്മൾ പതുക്കെ മൂവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പരിപാടിയിലാണ്. ഇനിയിപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഇതിലാണ്. അപ്പോൾ പുറത്തേക്ക് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടന്ന് ഇമിഗ്രേഷനിലാണ് എത്തിയത്. ഏറ്റവും കൂടുതൽ സീനായിട്ടുള്ള സ്ഥലമാണ്. ജോബി ചേട്ടൻ ഫോണൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് UK വിസ കിട്ടുന്നതിനെക്കാട്ടി പാടാണ് ഇവിടുത്തെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് ഇറങ്ങാൻ വേണ്ടി. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് UK ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റാണ് ഇമിഗ്രേഷൻസൊക്കെ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ UK ലാൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നൈസിനെ പുറത്തേക്ക് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ബാഗൊക്കെ ലഗേജൊക്കെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ നിന്നിട്ട് നമ്മൾ ഇനി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് 2-3 വീഡിയോ എടുക്കാൻ ഒരു ചെറിയൊരു പ്ലാനുണ്ട്. അപ്പോൾ ഞാൻ റോക്കി ബായും കൂടെ വീഡിയോ എടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ റോക്കി ബായ് എനിക്ക് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് തന്നു. ഇത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ നമ്മുടെ എല്ലാ വീഡിയോസും റോക്കി ബായാണ് എടുത്തു തരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതിപ്പോൾ എയർപോർട്ടിനകത്താണ്. ഇനി നമുക്ക് എക്സിറ്റിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ എക്സിറ്റിലോട്ട് എത്തിയതിന് ശേഷം നമ്മൾ ബിജോയ് ചേട്ടൻ വന്നു. ഇതാണ് നമ്മുടെ ബിജോയ് ചേട്ടൻ, സ്പോൺസറാണ് ബിജോയ് ചേട്ടനാണ് നമ്മളിപ്പോൾ കൂട്ടാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ ജോബി ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിജോയ് ചേട്ടൻ, മുത്താണ്. അപ്പോൾ ബിജോയ് ചേട്ടനാണ് നമ്മളെ സഹിക്കാൻ വേണ്ടി പോകുന്ന ഒരു മനുഷ്യനാണ്. നമുക്കൊരു വലിയ ബുക്ക് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ബിജോയ് ചേട്ടൻ. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മുടെ വെൽക്കം ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നൈസിനെ നമ്മൾ ലഗേജും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നേരെ പാർക്കിങ്ങിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ
ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള കാർ. ഇത് വിജയിച്ചേൻ്റെ കാറാണ്. അപ്പോൾ ഈ കാറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ വെക്കാനുള്ളൊരു പ്ലാനിലാണ് നമ്മൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ലഗേജ് ഉണ്ട്. നമ്മൾ ഇത്രയും പേരുടെ ബാഗ് ഈ കാറിനകത്ത് വെക്കാനുണ്ട്. എന്നാലും കാറ് ഭയങ്കര സൗകര്യമുള്ളൊരു കാറാണ്. അങ്ങനെ കാറിൻ്റെ അകത്ത് നമ്മൾ ലഗേജ് എല്ലാം വെച്ച് നമ്മൾ യാത്ര തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ജോബിച്ചേൻ്റെ വീട്ടിലേക്കാണ്. ഇവിടുന്ന് ഒരു 3-4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ജോബിച്ചേൻ്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാറിനകത്ത് കയറിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് ഇവിടുത്തെ ഈ പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ വളരെ യാദൃശ്യമായിട്ട് കാണാൻ പറ്റിയൊരു കാഴ്ചയാണിത്. ഇത് ബ്ലോക്കായിട്ട് കിടക്കുന്ന കാറുകളാണ്. ഒരു 10-30-40 കിലോമീറ്റർ അടുപ്പിച്ച് ഈ കാറുകൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് ഇവർ എന്തൊക്കെ കാണിച്ചാണ്. ഇവിടുത്തെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അതെല്ലാം അവർ നല്ലതുപോലെ പാലിക്കുന്നുണ്ട്. ഒരു 10-30 കിലോമീറ്റർ അടുപ്പിച്ചാണ് ഇവർ ഈ കാർ ഇങ്ങനെ കിടക്കുന്നത്. ഇത് ബ്ലോക്കായിട്ട് സിഗ്നലിൽ കിടക്കുന്ന കാറാണ്. ഇവരെല്ലാം അവരുടെ ടൈം എത്തുമ്പോൾ മാത്രമേ ഇത് കയറി പോകത്തുള്ളൂ. അത്ര ഇതായിട്ടാണ് അവർ റൂൾസ് പാലിക്കുന്നത്. സുമേഷ് ഏട്ടൻ എനിക്ക് വേണ്ടിയുള്ള പ്രാവ് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. പോയി വേണ്ടിയുള്ള പ്രാവ് പിടിക്കാൻ വേണ്ടി പോയതാ സുമേഷ് ഏട്ടൻ. ഷോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാവ് കിട്ടാത്തോണ്ട് പ്രാവ് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നമുക്ക് ബേഡ്സിനെ ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ സൗണ്ട് എല്ലാം പോയിരിക്കുകയാണ്. ചെറിയ കോൾഡ് പോലെ ഉണ്ട്, അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കണേ. ഗാസ്, അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ഗാസ്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 4-5-6 മണിയൊക്കെ ആയിട്ടുണ്ട് ഈവനിങ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് ലഞ്ച് കഴിച്ചത്. അപ്പോൾ നമ്മൾ സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടും പറഞ്ഞത് നമ്മൾ KFCയിൽ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈവനിങ് KFCയിൽ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ KFCയിൽ നിന്ന് ചിക്കനൊക്കെ ഓർഡർ ചെയ്തു. ഇവിടുത്തെ ഒരു ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കഴിക്കുമ്പോഴത്തെ ചിക്കനേ അല്ല KFC കിട്ടുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടുത്തെ ചിക്കൻ, നല്ല വെറൈറ്റിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കനൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് KFC കഴിച്ചതിന് ശേഷം നമ്മൾ കാറിൽ കയറി പിന്നെയും നമ്മൾ യാത്ര തുടങ്ങി. നേരെ ഇനിയിപ്പോൾ പോകുന്നത് ജോബിച്ചൻ്റെ വീട്ടിലേക്കാണ്. ഇനി കുറച്ച് നേരമുണ്ട്. അപ്പോൾ ഇന്ന് ജോബിച്ചൻ്റെ വീട് പാലുകാച്ചാണ്. അപ്പോൾ അതായിട്ട് അവിടെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ റൂമിൽ പോകാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ നമ്മൾ ജോബിച്ചേട്ടൻ്റെ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ ജോബിച്ചേട്ടൻ. അപ്പോൾ ജോബിച്ചേട്ടൻ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജോബിച്ചേട്ടൻ. അപ്പോൾ ജോബിച്ചേട്ടൻ മുത്താണെങ്കിൽ നമ്മുടെ ജോബിച്ചേട്ടൻ നമ്മുടെ തങ്കമാണ്. അപ്പോൾ ജോബിച്ചേട്ടൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ ജോബിച്ചേട്ടനാണ് നമ്മുടെ സ്പോൺസറിൽ മെയിൻ സ്പോൺസറാണ് ജോബിച്ചേട്ടൻ. ഞങ്ങളെ സ്നേഹത്തോടെ വീട്ടിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരുപാട് പേരുണ്ട്. ജോബിച്ചേട്ടൻ്റെ റിലേറ്റീവ്സും നെയ്ബേഴ്സും കസിൻസും അങ്ങനെ ഒരുപാട് ബന്ധുക്കൾ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ ജോബിച്ചേട്ടൻ്റെ വീട് ഇതാണ്. ഇത് പുതിയതായിട്ട് വെച്ച വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ പാല് കാച്ചാണ് ഇന്ന്. അപ്പോൾ ഇതാണ് ജോബിച്ചേട്ടൻ്റെ വീട്. അപ്പോൾ നമ്മൾ ജോബിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം. നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ നല്ല ഒരു ഈവനിങ് ഒരു 8 മണി 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് ജോബിച്ചേട്ടൻ്റെ വൈഫാണ്. നമ്മൾ ജോബിച്ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സ്പോൺസറാണ് ജോബിച്ചേട്ടൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം വന്നിട്ട് രാത്രി 8 മണിയാണ്. ഇവിടുത്തെ 8 മണിയുടെ ക്ലൈമറ്റ് ഞാൻ കാണിച്ചു തരാം. ഇന്നിവിടെ ജോബിച്ചേട്ടൻ്റെ വീട് പാലുകാച്ചാണ്, വെഞ്ചിരിപ്പാണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങൾ അവിടെ പോയിട്ട് കാണാം. ബൈ. അങ്ങനെ സമയം രാത്രി 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചു. അതിനുശേഷം ഇത് ഇരിക്കുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന സ്നിക്കേഴ്സാണ്. ഇത് സ്നിക്കേഴ്സിൻ്റെ ഐസ്ക്രീമാണ്, ചോക്ലേറ്റ് അല്ല. ഇത് അവിടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. നമ്മളിവിടെ നാട്ടിലൊന്നും കിട്ടത്തില്ല. ഇവിടെ കിട്ടുന്ന ചോക്ലേറ്റാണ്. അപ്പോൾ നമുക്കവിടെ ഐസ്ക്രീം കിട്ടിയായിരുന്നു. ഗംഭീര ടേസ്റ്റാണ് ഐസ്ക്രീമിന്, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. അത് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ട്രാവൽ ചെയ്തു നേരെ ട്രാവൽ ലോഡ്ജിലേക്ക് വന്നു. അപ്പോൾ ഇവിടെയാണ് ഇന്നത്തെ നൈറ്റ് നമ്മുടെ സ്റ്റേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്ന് ലഗേജൊക്കെ ഇറക്കി നേരെ റൂമിൽ റിസപ്ഷനിലേക്ക് പോയി നമ്മുടെ ചാവിയൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഇനിയിപ്പോൾ റൂമിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റേ നമ്മുടെ ഈ ട്രാവൽ ലോഡ്ജിലാണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ ഇന്ന്. അപ്പോൾ നാളെ ഇനി പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഒരുപാട് ടയേർഡാണ്. നമ്മൾ ഇത്രയും 13-15 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നിട്ട് നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി അപ്പോൾ നേരെ റൂമിലേക്ക് എത്തി. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് വേണം ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ റൂമിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഈ റൂമിലാണ്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ഞാൻ ഇനി 3-4 ദിവസം ഈ റൂമിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞു. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമ്മൾ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വരും. അതുവരേക്കും സൈനിങ് ഓഫ് മജീഷ്യൻ മുഹമ്മദ് ഷാനു. താങ്ക് യു.